ഹലോ, നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ ലെക്ചേഴ്സായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്ന വീഡിയോയിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ പ്രോബ്ലംസും അതുപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫങ്ഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ടുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് കൺവല്യൂഷൻ തിയറം എന്നുള്ളതാണ്. കൺവല്യൂഷൻ തിയറം. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആക്ച്വലി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് കൺവല്യൂഷൻ തിയറം. അപ്പോൾ ഇതിൽ പറയുന്ന കൺവല്യൂഷൻ എന്ന് പറയുന്നത് അത് രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ നമ്മൾ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും രണ്ട് ഫങ്ഷൻസ് ആണെങ്കിൽ അവ തമ്മിൽ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി ചെയ്യാം, എഫ് ഓഫ് ടി മൈനസ് ജി ഓഫ് ടി ചെയ്യാം, എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഇനി എഫ് ഓഫ് ടി കോമ്പോസിഷൻ ജി ഓഫ് ടി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ബിറ്റ്വീൻ ടു ഫങ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഓപ്പറേഷനാണ് കൺവല്യൂഷൻ. കൺവല്യൂഷൻ ബിറ്റ്വീൻ ടു ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻസ് തമ്മിലുള്ള ഒരു ഓപ്പറേഷനാണ് കൺവല്യൂഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് ഫങ്ഷൻസ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ഉണ്ട്. അവ തമ്മിൽ കൺവല്യൂഷൻ ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ എന്നുള്ള ഒരു നൊട്ടേഷൻ വെച്ചിട്ടാണ്. എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി. അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഈ ഒരു ഡെഫിനേഷൻ ഉപയോഗിച്ചാണ് കൺവല്യൂഷൻ ഓഫ് ടു ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇൻ്റഗ്രലൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൊരു ഡെഫിനേഷനാണ് കൺവല്യൂഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ള രണ്ട് ഫങ്ഷൻസിൻ്റെ കൺവല്യൂഷൻ എന്താണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയ്യുകയാണെങ്കിൽ 1 സ്റ്റാർ 1, അതായത് 1 എന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും 1 എന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള കൺവല്യൂഷൻ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ. എഫ് ഓഫ് ടോ എന്ന് പറയുന്നത് ഇവിടെ എഫ് 1 ആണ്, ജിയും 1 ആണ്. എഫ് ഓഫ് ടോ എന്ന് പറയുന്നത് 1 വരും, ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ. ജി ഓഫ് ടി എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് ജി കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണല്ലോ. ജി ഓഫ് ടി 1 ആണെങ്കിൽ ജി ഓഫ് എക്സ് 1 ആയിരിക്കും, ജി ഓഫ് എനിത്തിങ് വിൽ ബി 1. സോ ജി ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നതും 1 തന്നെയായിരിക്കും. അപ്പോൾ 1 ഇൻറ്റു 1 ഡി ടോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t 1 ഡി ടോ. ടോ എന്നുള്ള വേരിയബിളിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടോ എന്ന ആൻസർ കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് 1, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ എക്സ് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു ടോ ആയതുകൊണ്ട് ടോ എന്ന ആൻസർ കിട്ടും. ലിമിറ്റ് ഫ്രം 0 to t which is equal to t minus 0 t. So convolution between 1 and 1, 1 star 1 equal to t ആണ്. ഇതുപോലെ നമുക്ക് രണ്ട് ഫങ്ഷൻസ് തമ്മിൽ കൺവല്യൂഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പം ഇതിൽ എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്നതും ജി ഓഫ് ടി സ്റ്റാർ എഫ് ഓഫ് ടി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to, അതിൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ആണ്, ജി ഓഫ് ടോ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് ടോ. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, അതായത് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സ്റ്റാർ എന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ എഫ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഇ റൈസ് ടു ടി സ്റ്റാർ ഇ റൈസ് ടു മൈനസ് ടി എന്താ വരുന്നത് നോക്കാം. വിച്ച് ഇസ് ഈക്വൽ ടു
integral 0 to t f is e raised to t, g is e raised to minus t. അപ്പോൾ e raised to tau into g of t minus tau എന്നാണ്. g of minus of, ഇനി ടിയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുക്കേണ്ടത് ടി മൈനസ് ടോ. ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇ റൈസ് ടു മൈനസ് ടി ആണെങ്കിൽ ജി ഓഫ് ടി മൈനസ് ടോ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ഡി ടോ, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്, ഇൻ്റഗ്രൽ 0 to t, നമുക്ക് ടോയിലാണ്, അപ്പോൾ ഇ റൈസ് ടു ടോ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു ടോ ഡി ടോ. ഇപ്പോൾ വേണമെങ്കിൽ ഇ റൈസ് ടു മൈനസ് ടി നമുക്ക് പുറത്തെടുക്കാം. വിത്ത് റെസ്പെക്ട് ടു ടോയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 0 to t, സോറി, ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ഇ റൈസ് ടു 2 ടോ ഡി ടോ ഈക്വൽ ടു e raised to minus t into e raised to 2 tau by 2, 0 to t, which is equal to e raised to minus t into e raised to 2t minus e raised to 0 1 by 2 whole divided by 2, which is equal to e raised to t minus e raised to minus t by 2. ഇതെന്താണ്, സൈൻ എച്ച് ഓഫ് ടി. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടുന്നത് സൈൻ എച്ച് ഓഫ് ടി ആണ്. ഓക്കെ, ഇതുപോലെ രണ്ട് ഫങ്ഷൻസ് തമ്മിൽ കൺവല്യൂഷൻ ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ട്രാൻസ്ഫോം എന്നുള്ള ചാപ്റ്ററിൽ നമുക്കൊരു പഠിക്കാനുള്ളത് കൺവല്യൂഷൻ തിയറം. കൺവല്യൂഷൻ തിയറം ഇത് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി എന്താണ് വരിക, എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് ജി ഓഫ് ടി ആണ്. എന്നാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ആണോ, which is not equal to L of f of t into g of t. അത് തെറ്റാണ്. അതായത് they are not equal. എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആവണമെന്നില്ല. എന്നാൽ കൺവല്യൂഷൻ തിയറം പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, which will be equal to L of f of t star g of t. L of f of t star g of t. f of t star g of t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് L of f of t into g of t വരിക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കൺവല്യൂഷൻ തിയറം പറയുന്നത്, കൺവല്യൂഷൻ തിയറം പറയുന്നത്, ഇഫ് എഫ് ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് എസ് ആൻഡ് എൽ ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഓഫ് എസ് ആണെന്ന് വിചാരിക്കും. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് എഫ് ഓഫ് എസ് ആൻഡ് എൽ ഓഫ് ജി ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് എസ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ യൂസിങ് കൺവല്യൂഷൻ തിയറം എൽ ഓഫ് അല്ലെങ്കിൽ എൽ ഓഫ് എന്നുള്ളതിന് പകരം എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ആയിരിക്കും.
ഇതാണ് കൺവല്യൂഷൻ തിയറം പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എൽ ഓഫ് എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റിയ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. യൂസിങ് യൂസ് convolution theorem to find L inverse of 1 by s minus 1 into s, 1 by s minus 1 into s. സോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. 1 by s minus 1 into s into. അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ടത് കൺവല്യൂഷൻ തിയറാണ്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണെങ്കിൽ കൺവല്യൂഷൻ തിയറ പ്രകാരം നമുക്കൊരു ഫോർമുലയുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആയിട്ട് എഴുതാം. എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എസ് മൈനസ് 1 ഇൻറ്റു 1 by s minus 1 into s. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് എങ്ങനെ എടുക്കും? എഫ് ഓഫ് എസ് ഈക്വൽ ടു 1 by s minus 1 എന്ന് എടുക്കാം, അല്ലെങ്കിൽ തിരിച്ചെടുക്കാം. അല്ലെങ്കിൽ തിരിച്ച് 1 by f of s equal to 1 by s and g of s equal to 1 by s minus 1 എന്നെടുക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എസിൻ്റെ ജി ഓഫ് എസ് ഫോമിലാണ്. ദെയർഫോർ യൂസിങ് കൺവല്യൂഷൻ എൽ ഇൻവേഴ്സ് ഓഫ് 1 by s into 1 by s minus 1 will be equal to f of t star g of t ആയിരിക്കും. ഇവിടെ f of t എന്താണ്? വേർ f of t is equal to L inverse of f of s and g of t is equal to L inverse of g of s. അപ്പോൾ ആദ്യം എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കണ്ടുപിടിക്കുക. അതിൻ്റെ കൺവല്യൂഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ 1 by എസിൻ്റെ എൽ ഇൻവേഴ്സ് എന്താ വരിക? എഫ് ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s വിച്ച് ഈസ് ഈക്വൽ ടു 1. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ആണ് 1 by s വരുന്നത്. ജി ഓഫ് ടി സ്മോൾ ജി ഓഫ് ടി എന്താ വരുന്നത്? ജി ഓഫ് ടി ഈക്വൽ ടു എന്താണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 1 which is equal to e raised to t. e raised to at ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s minus a. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത് എന്താണ്? therefore required L inverse is equal to 1 star e raised to t. convolution between 1 and e raised to t ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ഫോർമുല 0 to integral 0 to t f of tau into g of t minus tau, അതായത് e raised to t minus tau d tau equal to e raised to t into integral 0 to t e raised to minus tau d tau equal to e raised to t into e raised to minus tau by minus 1 0 to t. ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ടി പുറത്തുണ്ട്. ഇ റൈസ് ടു ടി കൊടുക്കുമ്പോൾ മൈനസ് 1 by t വരും. അപ്പോൾ 1 മൈനസ് ഇ റൈസ് ടു 0 1 ആണ്. 1 മൈനസ് ഇ റൈസ് ടു മൈനസ് ടി എന്ന് വരും, വിച്ച് ഇസ് ഇ റൈസ് ടു ടി മൈനസ് ഇ റൈസ് ടു ടി മൈനസ് 1. 1 into e raised to t ആണ്. e raised to t into e raised to minus t e raised to 0 വരും, which is this. സോ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. e raised to t minus 1ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണോ?
ഇനി ഇതുപോലെ നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. നമുക്ക് യൂസിങ് കൺവല്യൂഷൻ find L inverse of 1 by s minus 3 the whole square. 1 by s minus 3 the whole square. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഇത് വരുന്നത് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള ഫോർമാറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. 1 by s minus 3 the whole square. അപ്പോൾ നമുക്ക് എസ് മൈനസ് 3 the whole squareനെ എങ്ങനെ എഴുതാം? 1 by s minus 3 എസ് മൈനസ് 3 എന്ന് എഴുതാം. സോ എഫ് ഓഫ് എസ് ആയിട്ടും ജി ഓഫ് എസ് ആയിട്ടും നമുക്ക് എന്ത് കൊടുക്കാം? 1 by s minus 3 കൊടുക്കാം. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ടി എന്ത് വരും? എഫ് ഓഫ് ടി ഈക്വൽ ടു ജി ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s minus 3 which is equal to e raised to 3t. So L inverse of 1 by s minus 3 the whole square is equal to എന്താ വരുന്നത്? e raised to 3t star e raised to 3t ആയിരിക്കും. ഓക്കെ, which is equal to 0 to t e raised to 3 tau into e raised to 3t minus 3 tau e raised to 3 into t minus tau. അതാണ് ഇങ്ങനെ വരുന്നത് d tau, which is equal to എങ്ങനെ എഴുതാം? 0 to t e raised to 3t വേണമെങ്കിൽ പുറത്തെടുക്കാം. e raised to 3 tau minus 3 tau അത് 1 ആയിട്ട് പോവും. d tau which is equal to e raised to 3t into t എന്ന് വരും. t e raised to 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് തന്നിട്ടുള്ള. നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 1 by s സ്ക്വയർ. അപ്പോൾ ഇ റൈസ് ടു 3t ഇൻറ്റു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? എസിൻ്റെ സ്ഥാനത്ത് s മൈനസ് 3 എന്ന് കൊടുക്കുക. 1 by s minus 3 the whole square ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറി പ്രകാരം ഇത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. കൺവല്യൂഷൻ ഉപയോഗിച്ചിട്ടും നമ്മളത് ചെയ്തു. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് കൺവല്യൂഷൻ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ്, അതായത് നമ്മൾ മറ്റ് മെത്തേഡ്സ് വർക്ക് ചെയ്യാത്ത സമയത്ത് കൺവല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. എൽ ഇൻവേഴ്സ് ഓഫ് 18s by s square plus 36 the whole square. ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് എസ് ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഒരു 18 by s square plus 36 എടുക്കാം. ജി ഓഫ് എസ് ആയിട്ട് എന്തെടുക്കാം? എഫ് ഓഫ് എസിൻ്റെ ജി ഓഫ് എസ് ആണ് നമ്മുടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിലെ ഫംഗ്ഷൻ. അപ്പോൾ ജി ഓഫ് എസ് ആയിട്ട് എന്തെടുക്കേണ്ടി വരും? s by s square plus 36 എന്നെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് നമ്മുടെ റിക്വയർഡ് ഫംഗ്ഷൻ വരും. എന്നിട്ട് എഫ് ഓഫ് ടി എന്ത് വരും? എൽ ഇൻവേഴ്സ് ഓഫ് 18 by s square plus 36. നമുക്കറിയാം 6 by s square plus 36 എന്തിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ്? സൈൻ 60യുടെ. അപ്പം ഇത് വരുന്നത് 3 ഇൻറ്റു 6 by s square plus 36 ആണ്. സോ 3 ഇൻറ്റു സൈൻ 60 എന്ന് വരും. ജി ഓഫ് ടി അതുപോലെ എന്താ വരിക? ജി ഓഫ് ടി ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് s by s square plus 36. അതെന്ത് വരും? കോസ് 60. അപ്പം റിക്വയർഡ് ആൻസർ എൽ ഇൻവേഴ്സ് എന്താണ് വരുന്നത്? റിക്വയർഡ് ആൻസർ ഈസ് 3 സൈൻ 60 സ്റ്റാർ കോസ് 60. ഇതാണ് ആൻസർ ആയിട്ട് വരിക.
ഇവിടെ നമുക്ക് സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. സൈൻ എ കോസ് ബിയുടെ ഫോർമുല എന്തായിരുന്നു? നമുക്കറിയാം 2 സൈൻ എ കോസ് ബി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ പ്ലസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി ആണ്. പ്ലസ് കോസ് അല്ല, പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. ഓക്കെ, സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ് 2 സൈൻ എ കോസ് ബി. സോ സൈൻ എ കോസ് ബി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ബൈ 2 എന്ന് വരും. അപ്പോൾ 3 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ടി എങ്ങനെ എഴുതാം? സൈൻ എ പ്ലസ് ബി, സൈൻ എ പ്ലസ് ബി എന്താ വരുന്നത്? സൈൻ ഓഫ് 60 പ്ലസ് സൈൻ എ മൈനസ് ബി 6 സൈൻ ഓഫ് 12 മൈനസ് 60 ഡി ടോ ബൈ 2 ഉണ്ട്, അത് പുറത്തെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് ഈക്വൽ ടു 3/2 ഇൻറ്റു സൈൻ 60. അതൊരു കോൺസ്റ്റന്റ് പോലെയാണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ടോയിലാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. സൈൻ 60 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് 1, അപ്പോൾ അത് ടി തന്നെ വരും. പ്ലസ് ഇനി സൈൻ 12 മൈനസ് 60, അതിൻ്റെത് കോസ് 12 മൈനസ് 60 ഡിവൈഡഡ് ബൈ 12 വരും, 0 ടു ടി. സോ 3/2 കോമൺ ആണ്. 3/2 ഇൻറ്റു ടി സൈൻ 60 പ്ലസ് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോസ് 12t മൈനസ് 60 മൈനസ് കോസ് മൈനസ് 60, കോസ് ഓഫ് മൈനസ് 60 എന്ന് പറയുന്നത് കോസ് ഓഫ് 60 തന്നെയാണ്, ഹോൾ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ അത് 0 ആയിട്ട് പോകും. ഓക്കെ, കോസ് ഓഫ് 60 മൈനസ് കോസ് ഓഫ് 60 0 ആയിട്ട് പോകും. സോ ഫൈനലി 3/2 ഇൻറ്റു ടി സൈൻ 60 എന്നുള്ളതാണ് ആൻസർ. കൺവല്യൂഷൻ ഓഫ് നമ്മുടെ ഫങ്ഷൻസ് ഉണ്ടായിരുന്നത് കോസ് 60 ആൻഡ് 3 സൈൻ 60. ഫൈനൽ ആൻസർ വരുന്നത് 3/2 ടി സൈൻ 60 എന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ്. കൺവല്യൂഷൻ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്. സോ 2 രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്താണ് കൺവല്യൂഷൻ എന്നുള്ളത്? കൺവല്യൂഷൻ ഓഫ് 2 ഫങ്ഷൻസ് ചെയ്യുന്ന പ്രോബ്ലംസ്. പിന്നീട് കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്ത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.